ഫസ്റ്റ് തന്നെ പറയാം സീസിനോട് താങ്ക് യു. ഞാൻ സെറ്റിക്ക് വരാനുള്ള കാരണം PG 4 സെം എഴുതിയപ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ട് അശ്വതി, ഓള് ഫസ്റ്റ് ടൈം CCയിൽ ചേർന്ന് സെറ്റ് എക്സാമൊക്കെ ട്രൈ ചെയ്തു. പക്ഷെ ഫസ്റ്റ് അറ്റംപ്റ്റിലൊക്കെ കിട്ടിയിട്ടില്ല. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് വന്നാണ്ട് പറഞ്ഞു, നീ ട്രൈ ചെയ്യ്, ചിലപ്പോൾ എനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്, ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടോക്ക് എന്ന് പറഞ്ഞാണ്ട് ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ കൊടുത്തു. അന്നും ഞാൻ തന്നെ സീസിൻ്റെ യൂട്യൂബ് ചാനൽ ഫ്രീ ആയിട്ട് ക്ലാസ് കൊടുക്കണ്ടല്ലോ, അപ്പോൾ അത് കേട്ടാണ്ട് ജസ്റ്റ് എക്സാം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കയറി. അപ്പോൾ എനിക്ക് ചെറിയ പെർസെൻറ്റേജിലാണ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ പോയത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഇങ്ങനെ ഇരുന്ന് പഠിച്ചിട്ട് കാര്യമല്ല, ശരിക്കൊരു കോച്ചിങ് കിട്ടിയാൽ നമുക്ക് എല്ലാവരെ കൊണ്ടും കിട്ടുന്നുള്ളൊരിതായി. അപ്പോൾ ഞാൻ വീണ്ടും അതിൻ്റെ ഒരു ഇത് വന്നപ്പോൾ ഞാൻ എൻ്റെ അശ്വതിയോളോട് ചോദിച്ചു, എനിക്ക് ഇതിനെ പറ്റി ഡീറ്റെയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുമോ വെച്ചപ്പോൾ അവൾ സജസ്റ്റ് ചെയ്തതാണ് എനിക്ക് CC എന്ന് പറഞ്ഞത്. അപ്പം സെക്കൻഡ് അറ്റംപ്റ്റിൽ ഞാൻ ജോയിൻ ചെയ്തു. കുറച്ച് ലേറ്റായിട്ടാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ ഒരുപാട് ക്ലാസ് വന്നപ്പോൾ എനിക്ക് ടെൻഷനായി, തീരൂലേ. പിന്നെ ഞാൻ ലാസ്റ്റിൽ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ വന്നപ്പം അതാണ് മെയിനായിട്ട് നോക്കിയത്, ആ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പം എക്സാമിൻ്റെ റിസൾട്ട് പിന്നെ കുറേ ഡിലേ ആയി. വീട്ടുകാർ ചോദ്യങ്ങൾ തുടങ്ങി, കിട്ടൂലേ കുറേ ആയില്ല ഇത് നോക്കണേന്നൊക്കെ പറഞ്ഞു. അപ്പോൾ റിസൾട്ട് വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി. പക്ഷെ റിസൾട്ട് വന്ന ടൈമിൽ എനിക്ക് ആദ്യം അശ്വതിനെ ഓർമ്മ വന്നു, പിന്നെ ഇവിടെയുള്ള ടീച്ചേഴ്സിനെ എല്ലാവരും മുഖം കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിനി. അപ്പോൾ ഇവിടെ വന്ന് എല്ലാവരും കണ്ടപ്പോൾ താങ്ക് യു ആണ് ആദ്യം പറയേണ്ടത്. പക്ഷെ എനിക്ക് ഇവിടെ മുഖം കണ്ടാൽ പഠിക്കാനൊരു എനർജിയാണ്. ഞാൻ ഇവിടെ 8 മാസം മുതൽ തുടങ്ങിയ പഠനമാണ്, ഇതുവരെ നിന്നിട്ടില്ല. PG 2024 കഴിഞ്ഞു, ഇപ്പോൾ BEd ചെയ്യാണ്. അപ്പോൾ ഇവിടെ മുഖം വെച്ച് പഠിച്ചതുകൊണ്ട് കൂടിയാണ് ഞാൻ ഉയരത്തിലെത്തിയത്. മാത്സ് എന്നുള്ള സബ്ജക്റ്റ് കേൾക്കുന്നത് എനിക്ക് പേടിയാണ്. മാത്സ് ഉള്ള ഭാഗത്തേക്ക് ഞാൻ പോകാറില്ല. പക്ഷേ ഇവിടെ വന്ന് ഇക്വേഷനൊക്കെ നോക്കുമ്പോൾ ഞാൻ സത്യം പറയാല്ലേ, മാത്സ് വിട്ട ശേഷം എങ്ങനെ കൂട്ടേണ്ടത് എങ്ങനെ കുറക്കേണ്ടത് അറിയാത്ത ഒരാളായി പോയിനി. പക്ഷെ ഇവിടെ വന്നപ്പോൾ എല്ലാ കാര്യങ്ങളും കൃത്യമായി പറഞ്ഞതോടെ മാത്സ് ഇംഗ്ലീഷ് കാര്യങ്ങളൊക്കെ ഒരു പ്രോപ്പറായിട്ട് ക്ലാസ് കിട്ടിയപ്പോൾ ഭയങ്കര എഫക്റ്റീവായിട്ടുണ്ട്. സന്തോഷമുണ്ട്, ഭയങ്കര സന്തോഷമാണ്. കാരണം സെറ്റ് ക്വാളിഫൈ ചെയ്തു, അത്യാവശ്യം നന്നായിട്ട് തന്നെ നല്ല മാർക്സോടെ തന്നെ പാസ്സായി. ഇങ്ങനെ അതിന് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്ത് നമ്മുടെ CC ടീമാണ്. എപ്പോഴും ത്രൂ ഔട്ട് ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു. ഓൺലൈൻ ക്ലാസ്സസ് ആണെങ്കിൽ പോലും നമുക്ക് നമ്മുടെ കൺവീനിയൻറ്റ് ടൈമിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കാണാം. ഇപ്പോൾ എനിക്കൊരു മോളുണ്ട്, ഹസ്ബൻഡ് ഉണ്ട്, അദ്ദേഹമാണ് എന്നെ ഇത്രയും ഇവിടെ വരെ എത്തിക്കണതൊക്കെ. പറയുമ്പോൾ കുറേ ഇമോഷണലായി പോകും. എന്നാലും മോളും ഒക്കെ നല്ല സപ്പോർട്ടീവായിരുന്നു. അവളാണെങ്കിലും ഞാൻ പിന്നെ ഇവിടെ കിൻഡർ ഗാർഡനിലൊക്കെ ചേർത്തു. അപ്പോൾ ആ സമയത്ത് കിട്ടുമ്പോഴും പിന്നെ ബാക്കി വീട്ടിലെല്ലാം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയത്തൊക്കെ ആയിരുന്നു ക്ലാസ് കൂടിയതും ഒക്കെ. ആ ഒരു എഫേർട്ടൊക്കെ എടുത്തതിന് ദൈവം അതിനൊരു റിസൾട്ട് തന്നു. CC ടീം അതെന്തായാലും നമുക്കത് ഒഴിച്ചുവിടാൻ പറ്റില്ലാത്തൊരു ഫാക്ടറാണ്. കാരണം അവരില്ലായിരുന്നെങ്കിൽ ഇത്ര ഒരു അച്ചീവ്മെൻറ്റ് ഉറപ്പായിട്ടും നമുക്ക് കിട്ടുന്നുണ്ടാവില്ല. എപ്പോഴും എല്ലാ ടീംസും അതെ, ഹെൽപ്പ് ചെയ്യാനാണെങ്കിലും ഒരു ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാനാണെങ്കിലും പിന്നെ ഇപ്പം എന്തെങ്കിലും ഒരു നോട്ട്സ് ഇല്ല അല്ലെങ്കിൽ അതിൻ്റെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ അവരെ ത്രൂ ഔട്ട് നമ്മൾ പറയുന്നത് കേൾക്കാനും അത് അതിനനുസരിച്ചുള്ള എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു സ്റ്റെപ്പ് ഫോർവേഡ് ചെയ്യാനൊക്കെ അവർ ഉണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി താങ്ക്സ്. പഠിക്കാൻ ആർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ അതിനുള്ള എല്ലാ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ മാരേജ് വരുന്നത് 19 വയസ്സിൽ. അപ്പോഴും നമുക്ക് പഠിക്കാനായിട്ട് എന്തായാലും അത് ഡിസ്കണ്ടിന്യൂ ആവരുത്. PG ചെയ്യണം, അത് കഴിഞ്ഞിട്ട് PhDക്ക് പോകണം, അങ്ങനെ അത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോഴും അന്ന് മുതലേ സപ്പോർട്ടായിരുന്നു അദ്ദേഹം. ഒരാളെങ്കിലും സപ്പോർട്ട് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അച്ചീവ് ചെയ്യാൻ നമുക്ക് ഒരു പാടുമില്ല. ഇപ്പോഴും ഞാനൊരു ദിവസം ഒരു 1 hour അല്ലെങ്കിൽ 2 hour ഞാൻ ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യേണ്ടി വന്നുള്ളൂ പഠിക്കാനും. പിന്നെ നമുക്ക് അത്രയും കണ്ടൻസ്ഡ് ആയിട്ടുള്ള നോട്ട്സും കാര്യങ്ങളും ഏറ്റവും എന്താണോ വേണ്ടത് നമുക്ക് ഒത്തിരി എലാബറേറ്റ് ചെയ്തല്ല ഇതിന് പഠിക്കണം, നമുക്ക് അതിൻ്റെ മെയിൻ പോയിന്റ്സ് അറിയണമായിരുന്നു. പക്ഷെ അതുപോലെ അത്രയും ക്യാപ്സ്യൂൾ പരുവത്തിലായിരുന്നു നമ്മുടെ ഓരോ ക്ലാസ്സും നോട്ട്സും എല്ലാം. അപ്പോൾ ഇതുപോലെ നമ്മളൊരു എഫേർട്ട് ഇടണമെങ്കിൽ ദൈവം തന്നെ നമ്മുടെ കയ്യിൽ എത്തിക്കും. അങ്ങനെ എത്തിച്ച ഒരാൾക്കാരാണ് നമ്മുടെ CC ടീം. ഈ സെറ്റ് കിട്ടിയെന്ന് പറയുമ്പോഴും ഞാൻ അതിൻ്റെ ഒപ്പം പറയും CC അതിൽ കയറിയതുകൊണ്ടാണ്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് സീനിയർ ചേച്ചിയാണ് എനിക്ക് CC ചേർന്നു, ഒന്നുമില്ല പ്രിയ പേടിക്കണ്ട, ക്ലിയർ ചെയ്യാൻ പറ്റും, നീ ട്രൈ ചെയ്യുന്നൊക്കെ പറഞ്ഞ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്തതും കൂടെ നമ്മുടെ CCയിൽ തന്നെ വർക്ക് ചെയ്ത റിസാല എന്ന് പറഞ്ഞ ചേച്ചിയാണ്. അപ്പം നമുക്ക് പറ്റില്ല എന്നൊന്നും വിചാരിക്കേണ്ട, നമുക്ക് പറ്റണ കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ ആഗ്രഹിച്ചല്ലെങ്കിൽ നമ്മുടെ ഒരു എഫേർട്ടും പിന്നെ നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളത് കിട്ടും എന്നുള്ളൊരു ബോധ്യത്തോടെ നമ്മൾ വർക്ക് ചെയ്താൽ ഡെഫിനറ്റായിട്ടും നമ്മൾ പെൺപിള്ളേർക്ക് ഒന്നും പേടിക്കാനില്ല, നമുക്ക് കിട്ടും.
ഒരു സിലബസ് ഒന്നും ഫുള്ള് കവർ ചെയ്യാനായിട്ടൊന്നും പഠിച്ചിട്ടൊന്നും പോകാനായിട്ട് ചിലപ്പോൾ എല്ലാവർക്കും പറ്റിയെന്നില്ല. ലാസ്റ്റത്തെ 10 ഡേയ്സിൻ്റെ നമ്മുടെ കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് പഠിച്ചിട്ട് പാസ്സായവർ വരെ ഉണ്ടെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ കോളൊക്കെ വിളിച്ച് സംസാരിച്ചപ്പോൾ ഈ 10 ഡേയ്സ് ക്രാഷ് കോഴ്സിന് വേണ്ടി ചേർന്നവർ വരെ ക്വാളിഫൈ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ് എഴുതിയതും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നമുക്ക് ഇത്രയും നല്ലൊരു അച്ചീവ്മെൻറ്റും ഉണ്ടായി. PG കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് വന്നുകൊണ്ടിട്ട് എനിക്ക് അത് ഫോളോ ചെയ്യാൻ എനിക്ക് പേടിയായിരുന്നു. കാരണം നോട്ട്സ് ഒന്നുമില്ല. അന്നൊക്കെ ഫോട്ടോസ്റ്റാറ്റും പിന്നെ ആ സിലബസിൽ വേണ്ട കാര്യങ്ങൾ മാത്രം പഠിച്ചങ്ങ് മാറി. അപ്പോഴത്തേനും ആണ് നമ്മൾ CCയുടെ പിന്നെ യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ ഫ്രീ ക്ലാസ്സസും ഒക്കെ ഉണ്ടായിരുന്നു. ആ ക്ലാസ്സസൊക്കെ കൂട്ടിയിട്ടാണ് നമുക്ക് കേട്ടിട്ട് കിട്ടിയത്. അപ്പോൾ ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സസും നോട്ട്സും കാര്യങ്ങളും, നോട്ട്സിന് വേണ്ട നോട്ട്സ് ഉണ്ട്. പിന്നെ എന്താ പറയുക, ടീച്ചേഴ്സ് ആണെങ്കിൽ സപ്പോർട്ടീവാണ്. വേറെ ഒന്നും നമ്മൾ ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുത്തോ അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തോ ഒന്നും അങ്ങനെ കഷ്ടപ്പെട്ട് അത്രയും പഠിച്ച് നമുക്ക് ഈ നോട്ട് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു കാര്യം ഇവിടെ നിന്ന് വന്നില്ല. കാരണം അത്രയും കണ്ടൻസ്ഡും എന്താ പറയുക, നമുക്ക് ഈ സപ്ലിമെൻറ്റ്സ് ഒക്കെ കഴിക്കില്ല നമുക്ക് വേണ്ട സാധനങ്ങൾ കിട്ടാനായിട്ട് ഡെഫിഷ്യൻ്റ് ആയിട്ട് വരുമ്പോൾ. അതുപോലെയാണ് നമ്മുടെ ഓരോ നോട്ട്സും. നമ്മുടെ എല്ലാ ഫാക്കൽറ്റീസും എല്ലാവരും അത്രയും സപ്പോർട്ടീവാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ കൂടുതൽ ഒരു സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഇത് കിട്ടണം എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരാൾക്ക് ഇതിൻ്റെ അപ്പുറം വേണ്ടല്ലോ. ഫുൾ ഒറ്റ വേർഡ്സിൽ നമുക്ക് CC അത് നീ CC ചേർന്നോ എന്തായാലും കിട്ടും, പേടിക്കണ്ടെന്ന് ധൈര്യമായിട്ട് പറയാൻ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് നമുക്ക് നമ്മുടെ ടീമിൻ്റെ അടുത്ത്. എൻ്റെ പേര് കീർത്തി. ഞാൻ വരുന്നത് പറവൂരിൽ നിന്നാണ്. ഞാൻ BEd കഴിഞ്ഞത് 2022-ലാണ്, PG 2020-ലും. എൻ്റേത് 6ാമത്തെ എക്സാമാണ് സെറ്റിൻ്റെ. സെറ്റ് ഞാൻ കുറേ ഇരുന്ന് ഞാൻ ഇവളുണ്ടാവുന്നതിന് മുന്നേ, പ്രഗ്നൻ്റ് ആവുന്നതിന് മുന്നേ തൊട്ട് തുടങ്ങിയതായിരുന്നു സെറ്റിൻ്റെ. ആദ്യം നമ്മളോട് പറഞ്ഞത് പിള്ളേരെല്ലാവരും എഴുതുമ്പോഴാണല്ലോ സെറ്റ് നമ്മൾ പോയിരുന്ന് നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. അപ്പോൾ പോയിരുന്ന് എഴുതുന്ന സമയത്ത് എല്ലാവരും വെറുതെ ആദ്യം പോയിരുന്ന് എഴുതി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയണത് സെറ്റിന് നെഗറ്റീവ് മാർക്കില്ല, അപ്പോൾ എല്ലാം അറ്റൻഡ് ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ പോയിരുന്ന് അറ്റൻഡ് ചെയ്തു. അപ്പോൾ വളരെ കുറച്ച് മാർക്കിനായിരുന്നു പോയത്. അപ്പോൾ ഞാൻ വെച്ചാൽ ഇത് കിട്ടാൻ ഭയങ്കര എളുപ്പമുള്ളൊരു പരിപാടിയാണ്, വലിയ പാടൊന്നുമില്ല. കേട്ടിട്ടും അതുപോലെ തന്നെ പോയിരുന്ന് എഴുതി, പക്ഷെ അത് കിട്ടിയില്ല. കേട്ടിട്ടിനും പോയവർ പറഞ്ഞു എടി പഠിക്കൊന്നും വേണ്ട, അതിന് പഠിക്കാനൊന്നുമില്ല, വെറുതെ പോയിരുന്ന് എഴുതിയാൽ മതി, അതൊക്കെ എല്ലാവർക്കും കിട്ടും, എല്ലാവർക്കും കിട്ടണത്. ഈ BEd ചെയ്യാത്ത ആൾക്കാർ വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അതുപോലെ തന്നെ ആദ്യത്തെ എക്സാമുകൾ അങ്ങനെ പോയിരുന്ന് എഴുതി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ BEd കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്ന് പഠിക്കാൻ തുടങ്ങി. പഠിച്ചിട്ട് പക്ഷേ തന്നെ ഉള്ള പഠനമായിരുന്നു. ആദ്യം സെറ്റിന് വേണ്ടി ഇരുന്ന് പഠിക്കും. സെറ്റിന് വേണ്ടി ഇരുന്ന് പഠിച്ച് സെറ്റിന് 1 മാസം മുന്നെയാണ് കേട്ടറ്റിൻ്റെ എക്സാം തന്നെ. ആ സമയമാകുമ്പോൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ കേട്ടറ്റിന് വേണ്ടി ഇരുന്ന് പഠിക്കും. എന്നിട്ടോ രണ്ടും കിട്ടൂല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിലെത്താതെ അവിടെ ഇവിടെയൊക്കെ ഇട്ടുകൊണ്ട് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരുന്നു. ലാസ്റ്റായി കഴിഞ്ഞ് 2024 ഇവളുണ്ടായി കഴിഞ്ഞ് പിന്നെ എക്സാം എഴുതി കഴിഞ്ഞപ്പോഴാണ് എന്തെങ്കിലും ഒരു രീതിയിൽ ഇത് കിട്ടിയേ മതിയാവും. കേട്ടിട്ടും ഇല്ല സെറ്റും ഇല്ല എന്നും പറഞ്ഞിങ്ങനെ നിൽക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാവരും വന്നിട്ട് ആദ്യം തന്നെ ചോദിക്കണത് സെറ്റ് ഉണ്ടോ ഇല്ല എന്ന് പറഞ്ഞ് മടുത്തു. അതുപോലെ UPയുടെ എക്സാം വന്നു, അത് എഴുതിയോ ഇല്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടിട്ടുണ്ടെങ്കിലാണ് എഴുതാൻ പറ്റുള്ളൂ. കേട്ടിട്ട് കിട്ടിയിട്ടില്ല എന്ന് ആരോടും പറഞ്ഞിട്ടുമില്ല. അത് ഞാൻ പിന്നെ മിണ്ടാണ്ടിരുന്ന ലാസ്റ്റ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ CCയിൽ ജോയിൻ ചെയ്തു. 1 മാസത്തെ കോഴ്സിന് ഞാൻ ജോയിൻ ചെയ്തത്. കേട്ടറ്റിൻ്റെ അത് കിട്ടട്ടെ എന്ന് ചോദിച്ചിട്ട്. പിന്നെ എന്നിട്ട് 1 മാസത്തെ ടൈം ടേബിൾ, 30 ദിവസത്തെ ടൈം ടേബിൾ, അതിൽ 3 ദിവസം കണ്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ജോയിൻ ആയത്. അപ്പോൾ ഞാനിപ്പോൾ ആ 3 ദിവസത്തെ ടൈം ടേബിൾ തന്നെ കണ്ടപ്പോൾ ദൈവം അതെങ്ങനെ എന്തെങ്കിലും ആവട്ടെ നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ യൂട്യൂബിൽ തന്നെ കയറി കഴിഞ്ഞപ്പോൾ മിസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ പറഞ്ഞു തന്നു. അപ്പോൾ ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് മെയിനായിട്ട് എടുത്ത് വെച്ച് പഠിച്ച് പിന്നെ ക്ലാസ്സിലെ ലൈവ് ക്ലാസ്സുകൾ കംപ്ലീറ്റ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയായിരുന്നു. അന്ന് ഇവള് മുട്ടിലഴിഞ്ഞ് നടക്കണമായിരുന്നു, അപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവർക്കും നോക്കാനും കുറച്ചും കൂടി എളുപ്പമായിരുന്നു. അപ്പോൾ ഇരുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്ത് അങ്ങനെ കേട്ടിട്ട് ക്വാളിഫൈ ആയി 2024 ജൂണിൽ. അത് കഴിഞ്ഞിട്ട് സെറ്റിൻ്റെ ഞാൻ 1 മന്തിൽ ചേർന്നിരുന്നു, പക്ഷെ എനിക്കത് കിട്ടിയില്ലായിരുന്നു. അത് ഞാൻ ശരിക്കും എത്തിയതായിരുന്നു, കാരണം നോട്ടുകൾ ഓൾറെഡി എൻ്റെ കയ്യിലുള്ളതുകൊണ്ട്. പക്ഷേ 24 എനിക്ക് എക്സാം കുറച്ച് പാടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ 25 എക്സാമാണ്. അത് ഞാൻ സെറ്റിൻ്റെ ലോങ് ടൈം 6 മാസത്തെ കോഴ്സിന് ചേർന്നിട്ട് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് പ്രിയങ്ക മിസ് പറഞ്ഞു തന്നിരുന്നു. ജനറൽ പേപ്പറിൻ്റെ ഒക്കെ
അപ്പോൾ ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചു. പിന്നെ ലൈവ് ക്ലാസ്സിലാണ് കൂടുതലും കയറിക്കൊണ്ടിരുന്നത്. ലൈവിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സിലാണ് കയറിക്കൊണ്ടിരുന്നത്. കാരണം ലൈവിൽ കറക്റ്റ് കയറാൻ പറ്റില്ല. നമ്മളിപ്പോൾ രാവിലെ 4 മണിക്ക് അലാറം വെച്ച് എണീറ്റ് വരാമെന്ന് ഇവളും കൂടെ എണീറ്റ് വരും. ഇവള് ഓടിയെടുക്കണ കൊച്ചായും കൊണ്ടാണ് നമുക്ക് അവിടെ വെച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് കേട്ടോണ്ടിരിക്കുന്നത്. എനിക്ക് 2 കാര്യം കൂടി മാനേജ് ചെയ്യാൻ പറ്റാത്തതിനോട് ഞാനത് ഇവൾ ഉറങ്ങണ സമയത്ത് പിന്നെ കേട്ടോണ്ടിരുന്നു. പിന്നെ ഹസ്ബൻഡ് അച്ഛനമ്മയാണെങ്കിലും ഒരു 7:30 തൊട്ട് 9 മണി വരെ ആളെ നോക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇരുന്നുകൊണ്ട് ബാലൻസ് ക്ലാസ്സുകളും കേട്ട് അങ്ങനെയാണ് സെറ്റ് കിട്ടിയത്. അത് മെയിനായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് വർക്കൗട്ട് ചെയ്തിരുന്നു. അപ്പം നമുക്ക് ആ ഒരു ഏരിയ ഏത് ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരണേന്ന് മനസ്സിലാക്കാൻ പറ്റി. അപ്പം ആ ഏരിയ തന്നെ പഠിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. അപ്പം അത് പഠിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് പാസ്സാവാൻ പറ്റുമായിരുന്നു. ഇത്തവണത്തെ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ എനിക്കിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓരോന്ന് മാർക്ക് ചെയ്തുകൊണ്ടിരുന്ന് ഒരു 60ാമത്തെ ക്വസ്റ്റ്യനൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി പാസ്സാവുന്ന ഉറപ്പ് അവിടെ വെച്ച് തന്നെ ഉറപ്പായി. വൈകുന്നേരം വന്നു കഴിഞ്ഞപ്പോഴാണ് ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു, എക്സാം ഞാൻ എഴുതിയ വെച്ചാൽ ഏറ്റവും എളുപ്പമുള്ള എക്സാമാണ് എന്ന് പറഞ്ഞു. പക്ഷെ എന്നും കിട്ടണമെന്നില്ല, നമുക്ക് മാർക്ക് ചെയ്തേണത് എങ്ങനെയാണെന്നൊക്കെ നോക്കിയാലല്ലേ അറിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് കീ വന്നപ്പോഴും ജനറൽ കട്ട് ഓഫിനും മുകളിൽ മാർക്കുണ്ട്. അപ്പോഴും ഒരു പേടി, ഞാൻ ഇവിടെ മാർക്ക് ചെയ്തേണതാണോ ഇതിൻ്റെ ഉള്ളിൽ മാർക്ക് ചെയ്തേണെന്ന് എനിക്കറിയില്ല. കാരണം പണ്ടൊക്കെ ബാക്കിലൊരു കാർബൺ കോപ്പി ഉണ്ടായിരുന്നു, ഇന്ന് അതുമില്ല. അപ്പോൾ ഒരു പേടി, റിസൾട്ട് വരട്ടെ എന്ന് പറഞ്ഞ് കുറേ വൈകിക്കൊണ്ടിരുന്നു റിസൾട്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നും ചോദ്യം വന്നു, ഇങ്ങനെ കീർത്തി ഇതിന് മുന്നേ തന്നെ ഇതൊക്കെ വിട്ടിട്ട് PSC നോക്കിക്കൂടെ എന്നുള്ള രീതിയിലാണ് അവരും ചോദിച്ചുകൊണ്ടിരിക്കണേ. ഞാനാണെങ്കിൽ ഒന്ന് റിസൾട്ട് വന്നേർന്നെങ്കിൽ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കായിരുന്നു. ലാസ്റ്റ് അതിക്ക് റിസൾട്ട് വന്നു, അപ്പോഴാണ് സമാധാനമായി. കറക്റ്റ് ആ 1 മണിക്കൂർ ഞാൻ പറഞ്ഞില്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് ഞാൻ ഓൾറെഡി സിലബസിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ CCയുടെ ടൈം ടേബിളിൽ ഇപ്പം ഇന്നത്തെ ഡേയിൽ ഇന്നതാണ് നോക്കേണ്ടത്. ആ ഇന്നതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുണ്ടല്ലോ, അത് മാത്രമേ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം എനിക്ക് ആ 1 മണിക്കൂറേ കിട്ടുള്ളൂ. ഇവിടെ ഉറങ്ങണത് 1 മണിക്കൂറായിരിക്കും ചിലപ്പോൾ രാവിലെ. ആ 1 മണിക്കൂർ കറക്റ്റ് ഞാൻ നോക്കുമായിരുന്നു. കാരണം എനിക്ക് വേറെ വഴിയില്ല. നമുക്കിത് കിട്ടാണ്ടിരുന്ന് ഇങ്ങനെ ഇവള് 10ാം ക്ലാസ് വരെ പഠിക്കുന്ന സമയം വരെ നമുക്കിത് എഴുതിക്കൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം എല്ലാവരും കളിയാക്കിക്കൊണ്ടിരിക്കുക. ഇപ്പം എൻ്റെ അമ്മ എന്ന് പറഞ്ഞ ഒരു കോളേജിലെ ടീച്ചറാണ്, അച്ഛനും ഗവൺമെൻറ് ജോലിക്കാരനാണ്. 2 പേരും കൂടിയും ഇതൊക്കെ വിട്ട് ഇനി PSCയിലോട്ട് നോക്ക്. പണ്ടത്തെ PSC അല്ല ഇപ്പോഴത്തെ PSC, അതും പഠിക്കാണ്ട് കിട്ടൂല. അതാർക്കും പറഞ്ഞാൽ മനസ്സിലാവണില്ല. അത് എന്തെങ്കിലും ആവട്ടെ, ഇതൊന്ന് കിട്ടട്ടെ എന്ന് ചോദിച്ചാൽ പിന്നെ അങ്ങനെ ഇരുന്ന് പഠിച്ചു. ഏറ്റവും കൂടുതൽ എൻ്റെ ഹസ്ബൻഡിനാണ്. കാരണം സെറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നീ പിന്നെ എന്തിനാ ഇതിനു വേണ്ടിയൊക്കെ പഠിച്ചേ, ഇത് എന്താ പറയുക സെറ്റ് തന്നെ കിട്ടട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ആള് തന്നെയാണ് ഇരുത്തി പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ആള് പഠിക്ക് എക്സാം എഴുതുന്നതിന് മുന്നേ ചേട്ടൻ ഞാൻ അതിന് അപ്ലൈ ചെയ്യട്ടെ, എന്നാൽ ഇതിന് അപ്ലൈ ചെയ്യട്ടെ. അതിൻ്റെ ഇടയിൽ കൂടെ ഈ ഇൻഫോ പാർക്കിൽ തന്നെ വേറെ കമ്പനിയിൽ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത്, അപ്പോൾ അവർ എൻ്റെ അടുത്ത് ചോദിച്ചു നൈറ്റ് ഷിഫ്റ്റ് ആണ് പറ്റുമോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ഇവളുടെ കാര്യം പറഞ്ഞപ്പോൾ ചോദിച്ചു അത് ആരാ നോക്കണേന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ എനിക്ക് മിണ്ടാട്ടം ഉണ്ടായിരുന്നില്ല. അപ്പൊ തന്നെ അതിൻ്റെയും കാര്യത്തിൽ നിന്ന് ബാക്കായി പോയി. അപ്പം നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വേറെ വഴിയിലോട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇതൊന്നും കിട്ടാണ്ടിരിക്കുമ്പോൾ നമ്മുടെ വിചാരം ഇതെനിക്ക് പറ്റില്ല എന്നായിരുന്നു. പിന്നെ ലാസ്റ്റ് ഇങ്ങനെ കോഴ്സിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ലോണം ഉപകാരപ്പെട്ടു. അതുപോലെ ശരണ്യ മിസ് ആണെങ്കിലും നല്ലോണം മോട്ടിവേറ്റഡ് ആയിരുന്നു. എപ്പോഴും ഇങ്ങനെ വോയിസ് വന്നുകൊണ്ടിരിക്കും. അപ്പം മിസ്സിൻ്റെ വോയിസ് ഞാൻ എന്തായാലും എടുത്ത് കേട്ടോണ്ടേയിരിക്കും. എന്തെങ്കിലും ഉപകാരമുള്ളത് ഉണ്ടാവും, നമുക്കിങ്ങനെ മുന്നോട്ട് പോകാനുള്ളൊരു കാര്യങ്ങളെല്ലാം പറയുണ്ടാവും. അപ്പം അതെനിക്ക് ഉപകാരപ്പെട്ടു. അതുപോലെ തന്നെ സുവോളജിയുടെ സ്വാഗി മിസ്, അഖില മിസ്, അവരൊക്കെ ലൈവ് ക്ലാസ്സിലാണ് കൂടുതലായിട്ട്. ലൈവിൻ്റെ റെക്കോർഡറാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ലോണം ഉപകാരം ഉണ്ടായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അഞ്ജന. ഞാൻ വൈക്കത്തു നിന്നാണ് വരുന്നത്. 2 തവണ ഞാൻ സെറ്റ് അപ്ലൈ ചെയ്തു. ആദ്യത്തെ തവണ ജസ്റ്റ് എക്സാം എന്താണെന്ന് അറിയാനായിട്ട് വെറുതെ പോയതാണ്. ഫ്രണ്ട്സൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചു പോയി. 2ാമത്തെ തവണ കുറച്ചും കൂടി, അപ്പോൾ നിസ്സാര മാർക്കിനാണ് ഞാൻ പാസ് ആകാഞ്ഞത്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഹാർഡ് വർക്ക് ചെയ്തു പോയി. 2% വീണ്ടും ഫെയിലായി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ CCയുടെ ക്ലാസ്സസ് യൂട്യൂബിലാണ് കാണാൻ തുടങ്ങിയത്. അപ്പം ഓക്കെ, എന്നെ കൊണ്ട് പറ്റും, നല്ല കറക്റ്റ് സ്റ്റഡി മെറ്റീരിയൽസ് ഇവിടെ ഉണ്ട്, പുറത്തൊന്നും അന്വേഷിക്കേണ്ട എന്നൊരു തോന്നൽ വന്നു. അങ്ങനെ ഞാൻ തന്നെയാണ് CCനെ ഇങ്ങോട്ട് വിളിച്ചു, കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ ഞാൻ ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് എൻ്റെ അവസ്ഥ. ഞാൻ എന്താ പറയുക, കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങയുടെ അവസ്ഥയാണ്. പാസ്സാകുമോ ഇല്ലയോ എന്നുള്ള ഒരു ടെൻഷനായിരുന്നു. ഞാൻ എക്സാം കഴിഞ്ഞു അപ്പം തന്നെ ഞാൻ വീട്ടിൽ വന്ന് നമ്മുടെ ആൻസർ കീ ഇട്ട് ഞാൻ നോക്കി. അപ്പം 2-3 ക്വസ്റ്റ്യൻസിൻ്റെ ഇതിൽ എനിക്കൊരു ഡൗട്ട്, പാസ്സാകുമോ ഇല്ലയോ എന്ന്. അപ്പോൾ റിസൾട്ടാണെങ്കിൽ വരുന്നുമില്ല. ഭയങ്കര ടെൻഷനായി.
ടെൻഷൻ മൂത്ത് 2 ദിവസം പട്ടിണി കിടപ്പൊക്കെ വരെ ഉണ്ടായിട്ടുണ്ട് എനിക്ക്. ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്നെ കൊണ്ട് പറ്റിയെന്നൊരു തോന്നലാണ്. എല്ലാവർക്കും പറ്റുന്ന കാര്യമായിരുന്നില്ല അത്. ഒരു 4000 ശിഷ്ട ആൾക്കാരിൽ നിന്ന് നമ്മുടെ CCയിൽ വന്ന് അതിലൊരാളായിട്ട് എനിക്കൊന്ന് ഇപ്പോൾ ഭയങ്കരമായിട്ടൊരു അച്ചീവ്മെൻറ്റ് നേടിയ ഒരു ഫീൽ തന്നെയാണ് എനിക്ക് വന്നത്. അത് ഞാൻ അന്നത്തെ സക്സസ് മീറ്റിൽ തന്നെ ഞാൻ മാമിനോട് പറയുകയും ചെയ്തു. രണ്ടാമത് തന്നെ ഞാൻ ക്യാമറ ഓണാക്കി പറഞ്ഞു. എനിക്ക് അതുപോലെ സന്തോഷമായിരുന്നു. ആ കൂടെ എൻ്റെ ബ്രദറിന്, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് റിസൾട്ട് വന്ന്, എൻ്റെ ബ്രദർ ആർമിയിൽ സെലക്റ്റഡ് ആയി. അപ്പം അവൻ്റെ റിസൾട്ട് വന്നു, തൊട്ടുപുറകെ എൻ്റെത് വന്നു. എന്നെ സന്തോഷത്തിന് പുറത്ത് സന്തോഷം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ എൻ്റെ സക്സസ്സിന് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുള്ള എൻ്റെ ഫാമിലി മെമ്പേഴ്സാണ്. ഏറ്റവും കൂടുതൽ പറയേണ്ടത് എൻ്റെ അച്ഛനോട് ഇല്ല, സൗദിയിലാണ്. പക്ഷേ എനിക്ക് എല്ലാ കാര്യത്തിലും ഞാൻ അച്ഛനോട് ചോദിക്കും, ഞാൻ ചെയ്യട്ടെ അച്ഛാ? അപ്പം അച്ഛൻ പറയും, ഓക്കെ നീ ചെയ്തോ, ചേർന്ന്, ഒന്നും നോക്കണ്ട, അച്ഛൻ്റെ മോൾ ഒന്നും നോക്കണ്ട, ധൈര്യമായിട്ട് ചേർന്നോളാൻ പറയും. ഇപ്പം ആദ്യം വന്ന ആൾ പോലെ തന്നെ ഞങ്ങളുടെ ഒരു ഇൻ്റർ കാസ്റ്റ് മാരേജാണ്, ഇൻ്റർ റിലീജിയനാണ്. പക്ഷേ എല്ലാം അടിപൊളിയായിട്ട് എൻ്റെ സന്തോഷങ്ങൾക്കൊക്കെ അവർ കൂടെ നിന്നു. അതുപോലെ എൻ്റെ ഹസ്ബൻഡ് ആയാലും എൻ്റെ അമ്മയായാലും എൻ്റെ ബ്രദർ ആയാലും എല്ലാവരും നിന്നു. കുറച്ചൊക്കെ ഇമോഷണൽ ആവുന്നുണ്ട് ഉറപ്പായിട്ടും. കാരണം എൻ്റെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ കയറി എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ വീട്ടുകാർ അഭിമാനമായിട്ട് നിൽക്കുന്നു, അങ്ങനത്തെ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇതിൻ്റെ ഫസ്റ്റ് ഒരു എന്താ പറയുക, എനിക്കായിട്ടൊരു സക്സസ് ആയിട്ട് ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് ഈ ഒരു ഇവൻ്റ് എന്ന് പറയുന്നത്. ത്തോളം CCയിൽ ചേർന്ന് പ്രധാനമായിട്ട് ജനറൽ പേപ്പറിന് വേണ്ടിയിട്ടായിരുന്നു. സബ്ജക്റ്റ് അത്യാവശ്യം നമുക്ക് എന്നെ 1 മാസത്തെ കോഴ്സിനാണ് ഞാൻ ചേർന്നത്. അപ്പോൾ എന്നെ വിളിച്ചപ്പോഴത്തേക്കും പറഞ്ഞായിരുന്നു 1 മാസം കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ CCയുടെ കോഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എല്ലാമാണ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസാണ്. അപ്പോൾ 1 മാസം കൊണ്ടൊന്ന് ശ്രമിച്ചാലും ക്രാക്ക് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു കോഴ്സിന് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് എന്തായാലും സെറ്റ് കിട്ടി. കഴിഞ്ഞ വർഷമാണ് B.Ed കഴിയുന്നത്. അതിനുശേഷം ഒരു സ്കൂളിൽ ഗസ്റ്റായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സബ്ജക്റ്റ് എനിക്ക് അത്യാവശ്യം കോൺഫിഡൻ്റ് ഉണ്ടായിരുന്നു. പിന്നെ ജനറൽ പേപ്പർ പലപ്പോഴും പഠിക്കുന്നത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. പ്രധാനമായിട്ട് സൈക്കോളജിയും കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. അത് സാധ്യമാക്കിയത് CCയിലൂടെയാണ്. അതിന് വലിയൊരു താങ്ക്സ് CCയോട് പറയുകയാണ്. ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് ആൺകുട്ടികളാരും കടന്നു വരുന്നില്ല എന്നുള്ളൊരു അവസ്ഥ നിലവിലുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാര്യം ഈ നീണ്ടൊരു പഠനകാലം തന്നെയാണ്. ഇപ്പോൾ B.Ed, PG, അതേപോലെ ഈ പറഞ്ഞ കോമ്പറ്റേറ്റീവ് എക്സാംസ് എല്ലാം ക്രാക്ക് ചെയ്യണം. ഇനി ഇത് കഴിഞ്ഞൊരു ജോലി കിട്ടണം. അതെല്ലാം തന്നെ ഒരു ദീർഘമായ ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതിലേക്ക് കൂടുതലും ആൺകുട്ടികൾ കടന്നു വരുന്നില്ല എന്നുള്ളത് സ്കൂളുകളിൽ തന്നെ വലിയൊരു പ്രശ്നമാണ്. ഇവിടെ കൂടുതലും ജെൻ സ്റ്റാഫിൻ്റെ അവൈലബിലിറ്റി ഇല്ലാത്തത് എനിക്ക് തോന്നുന്നു. സ്കൂളിൽ നിന്നൊരു ടൂർ പോകാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് നിലവിൽ പലയിടത്തും ഉള്ളത്. ജോഗ്രഫിയാണ് എൻ്റെ സബ്ജക്റ്റ്. അപ്പോൾ അതിനൊരു ഓൺലൈൻ കോച്ചിങ് പോലും എല്ലായിടത്തും ഇല്ല. കാരണം സബ്ജക്റ്റ് പഠിക്കുന്നവർ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഒരു കോച്ചിങ് എല്ലായിടത്തും ഇല്ല. അപ്പോൾ അത് സ്വന്തമായിട്ട് പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവസരം എന്നുള്ളത്. അപ്പോൾ അതാണ് എൻ്റെ ഒരു കാലഘട്ടം. ഫ്യൂച്ചർ ഇപ്പോൾ HSA പരീക്ഷ വരികയാണ്. സോഷ്യൽ സയൻസ് ഈ മാസം അവസാനം വിളിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ CC തന്നെ HSAയുടെ കോഴ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ പറഞ്ഞ കണക്ക് വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു. അപ്പോൾ എത്രയും പെട്ടെന്ന് ജോലി വാങ്ങിച്ചാലേ അടുത്ത തവണയെങ്കിലും ഇവിടെ വരുമ്പോൾ ഫാമിലി ആയിട്ട് വന്ന് നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. കൂടുതൽ കാലം പഠിക്കുക എന്നുള്ളത് ഒരു വലിയൊരു സ്ട്രഗിൾ തന്നെയാണ്. അതിന് വേണ്ടിയിട്ടുള്ള ചിലവുകളായാലും മുമ്പോട്ടുള്ള പഠനമായാലും. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് ഞാൻ എന്തെങ്കിലും ജോലിക്ക് പോകണമെന്ന് തീരുമാനിച്ചപ്പോൾ എൻ്റെ ബ്രദറാണ് പറഞ്ഞത്, ഇപ്പോൾ ജോലിക്ക് പോയാൽ നിനക്ക് കൂടിപ്പോയി ഒരു 10,000 രൂപ ശമ്പളം കിട്ടും, നീ അതിൽ സാറ്റിസ്ഫൈഡ് ആവും. പക്ഷേ മുമ്പോട്ട് പഠിച്ചു കഴിഞ്ഞാൽ അത് എപ്പോഴായാലും നേട്ടമായിരിക്കും. ഇത്രയും ഒരു വർഷം കളയാനില്ല എന്നുള്ളതാണ് പലരും അതിലോട്ട് വരാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അതെ, എല്ലാവരോടും ആൺകുട്ടികളോടും എല്ലാവരും പറയുന്നത് എന്താണ്, പെട്ടെന്ന് ജോലി കിട്ടുന്ന എന്തെങ്കിലും ഒരു കോഴ്സ് എടുക്കുക എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് ആദ്യം ഒരു ടീച്ചറാവണം എന്നുള്ളൊരു ആഗ്രഹം ജീവിതത്തിൽ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ പോയത്.